ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ കന്യകാ മറിയത്തെക്കുറിച്ച് വളരെ വികലമായ ചില ചിന്തകളും പോസ്റ്റുകളും അടുത്തിടെ കാണുകയുണ്ടായി. ഒരാഴ്ചയ്ക്ക് മുൻപ് ഒരു ഫേസ്ബുക്കിൽ, ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്കിൽ കണ്ട ഒരു മാതാവിനെക്കുറിച്ചുള്ള പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്: ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് ജോർദാൻ നദിയുടെ തീരത്ത് വെച്ച് ഈശോ ജ്ഞാനസ്നാനപ്പെടുമ്പോൾ ആ സമയത്ത് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഈശോയിൽ വന്ന് നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പ്രാവിൻ്റെ രൂപത്തിൽ പറന്നിറങ്ങി വന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്, അത് പരിശുദ്ധാത്മാവല്ല എന്നതാണ്. ഇതുപോലെ അനേകം വികലമായ ചിന്തകളും ധാരണകളും പ്രബോധനങ്ങളും പല സ്ഥലത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ള, വിവേകമുള്ള ഒരു വ്യക്തി പോലും അത് അംഗീകരിക്കില്ല. നിങ്ങൾ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കരുത്, മാധ്യസ്ഥം യാചിക്കരുത്, അമ്മയെ ബഹുമാനിക്കരുത്, സ്നേഹിക്കരുത് എന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ അതിൽ നിന്ന് അകന്നു നിൽക്കുകയുള്ളൂ. അതിനൊക്കെ അപ്പുറത്തേക്ക് സാത്താൻ കണ്ടുപിടിച്ചിരിക്കുന്ന വലിയ ഒരു തട്ടിപ്പാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വികലമായ ധാരണകളും ചിന്തകളും പരത്തി, അമ്മയ്ക്ക് ഇല്ലാത്ത പ്രത്യക്ഷപ്പെടലുകളും പറഞ്ഞു പരത്തി, അമ്മയ്ക്കില്ലാത്ത ശക്തിയെക്കുറിച്ച് പറഞ്ഞു പരത്തി, കത്തോലിക്കർ മുഴുവൻ പരിശുദ്ധ കന്യകാമറിയത്തെ ആരാധിക്കുന്നവരാണ്, ദൈവത്തെക്കാൾ ഉപരി എന്നൊക്കെ പറഞ്ഞു പരത്തി വിശ്വാസത്തിൻ്റെ വികലതകൾ സൃഷ്ടിച്ചുകൊണ്ട് വിശ്വാസികളെ പരിശുദ്ധ അമ്മയിൽ നിന്ന് അകറ്റുക എന്നൊരു പുതിയ തട്ടിപ്പുമായിട്ടാണ് സാത്താൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന് വലിയൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയ്ക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ട്, സഭയുടെ ജീവിതത്തിലുണ്ട്. അതിലൊക്കെ ഉപരി ലോകത്തിൻ്റെ ചരിത്രത്തിൽ, മാനവരാശിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ ഒരു സ്ഥാനമുണ്ട്. പലപ്പോഴും സംശയത്തോടുകൂടി ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത്? സഭ അംഗീകരിച്ചതും അംഗീകരിക്കാത്തതും ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള അനേകം പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലരൊക്കെ ആ പ്രത്യക്ഷപ്പെടലുകൾ നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്? പ്രത്യേകിച്ച് മനുഷ്യൻ പ്രതിസന്ധികളിൽ ഉഴലുമ്പോൾ അവിടെയൊക്കെ എന്താണ് ഈ പരിശുദ്ധ അമ്മ കടന്നു വരുന്നത്? പ്രിയമുള്ളവരെ, ലോകരക്ഷയ്ക്ക്, മനുഷ്യരക്ഷയ്ക്ക് യേശുക്രിസ്തു ഈ ലോകത്തിൽ ബലിയായി തീർന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ മാനവരക്ഷയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈശോ മരിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി നിത്യവും മധ്യസ്ഥം വഹിക്കുന്നു എന്ന് എബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിതാവായ ദൈവം എല്ലാം സൃഷ്ടിച്ചു, മനുഷ്യന് സംരക്ഷണം നൽകി പോരുന്നു. പുത്രനായ ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അരൂപി, കാണാൻ സാധിക്കില്ല, നമുക്ക് സഹായകനായിട്ട് കൂടെയുണ്ട്. ഈ 3 പേരുടെയും ദൗത്യങ്ങൾ നമുക്കറിയാം. ഇവർ കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇടപെടാൻ, മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് കടന്നു വരാൻ സ്വർഗം നിയോഗിച്ചിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് അമ്മ ഇടപെടുന്നത്, അതുകൊണ്ടാണ് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അമ്മ ഇടപെടലുകൾ നടത്തുന്നതും ലോകത്തിൻ്റെ ചരിത്രത്തിൽ പല സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതും. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളുടെ എല്ലാ ചരിത്രങ്ങളും നമ്മൾ പരിശോധിച്ചാൽ അമ്മ ചരിത്രത്തിൽ ഇടപെടുന്നതിന് പ്രത്യേക ഒരു നിയോഗമുണ്ട്, ഒരു ദൗത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, കാനയിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു, വീഞ്ഞ്
തീർന്നു പോയവരുടെ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കാൻ ഈശോയോട് അവരെ കൊണ്ട് പറയിപ്പിച്ചു. അതെല്ലാം ചെയ്തു. നല്ല അത്ഭുതം. ബൈബിളിൽ അതുണ്ട്. കത്തോലിക്കർ അത് ഏറ്റുപറയുന്നുണ്ട്. എല്ലാ അച്ഛന്മാരും പ്രസംഗങ്ങളിൽ അത് പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം കാനയിലെ കല്യാണ വിരുന്നിന് അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷം പിന്നീട് ഒരത്ഭുതവും പ്രവർത്തിച്ചതായി ബൈബിളിൽ ഇല്ലാത്തത്? അപ്പോൾ ആദ്യമേ ഞാൻ ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഉത്തരം ഇങ്ങനെയാണ്: ഇല്ല സുഹൃത്തെ, പരിശുദ്ധ അമ്മ അതിനുശേഷവും ഒരു 8-9 തവണ ഈശോയെ കൊണ്ട് പല അത്ഭുതങ്ങളും പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത് എവിടെയാണ് ബൈബിളിൽ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കാര്യങ്ങളൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. കാരണം യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുന്നുണ്ട്, ഈശോ പ്രവർത്തിച്ചതും പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ രേഖപ്പെടുത്തണമെങ്കിൽ ഈ ബൈബിൾ, ദൈവത്തിൻ്റെ വചനം എഴുതിയ ഈ ലിഖിത ബൈബിൾ വയ്ക്കുവാൻ ഈ പ്രപഞ്ചം തന്നെ മതിയാകാതെ വരും. അത്രയ്ക്ക് വലിയ കാര്യങ്ങളാണ് ഈശോ ചെയ്തത്, ഈശോ പ്രവർത്തിച്ചത്, ഈശോ സംസാരിച്ചത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല. സ്വർഗത്തിലെ പ്രാധാന്യവും ഈ ഭൂമിയിലെ പ്രാധാന്യവും നമുക്കറിയാം. നമ്മൾ കരിസ്മാറ്റിക് യുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൃപയും അനുഭവിച്ച് അനേകം വ്യക്തികൾ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുകയും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഫലമായിട്ട് സമൂഹത്തിൻ്റെ നന്മ പ്രവൃത്തികളിൽ സജീവമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ കരിസ്മാറ്റിക് പരിശുദ്ധ കന്യകാമറിയമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായ സംഭവങ്ങൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 8-ാം വാക്യം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം നൽകുന്നത്, ഗർഭവതിയാകുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അതിനുശേഷം പന്തക്കുസ്തായുടെ അനുഭവത്തിലൂടെ ശിഷ്യന്മാർ കടന്നു പോകുമ്പോൾ ആ സമയത്ത് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. 2 സമയങ്ങളിൽ പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് കാലിത്തൊഴുത്ത് മുതൽ, അല്ലെങ്കിൽ നസറത്ത് മുതൽ, ബത്ലഹേം മുതൽ കാലിത്തൊഴുത്ത് വരെയും സഹനങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴും പിടിച്ചു നിൽക്കാനായത്. ജീവിതത്തിലെ സഹനങ്ങളെ അതിജീവിക്കാൻ, അവയെ തരണം ചെയ്യാൻ പരിശുദ്ധ അമ്മയ്ക്കും നമുക്കും ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാ അഭിഷേകമാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക്, സമൂഹത്തിന് നൽകിയ സേവനങ്ങൾ. എലിസബത്ത് ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ കാടും പടലും മരുഭൂമിയും ഒക്കെ താണ്ടി നടന്നും കഴുതപ്പുറത്തുമൊക്കെ ആയിട്ട് എലിസബത്തിനെ സഹായിക്കാൻ കടന്നു ചൊല്ലുന്ന പരിശുദ്ധ അമ്മ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ പരസ്നേഹ പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ചുറ്റിലും ജയിലിലും ക്യാമ്പുകളിലും കുടുംബങ്ങളിലും ഹോസ്പിറ്റലുകളിലും തടവിലുമൊക്കെ കഴിയുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് നന്മ ചെയ്യാൻ പരിശുദ്ധ അമ്മയെപ്പോലെ ഓടി നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകണം. പ്രിയമുള്ളവരെ, കാനയിലെ കല്യാണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു കുടുംബത്തിൻ്റെ പരാജയത്തിൽ, ഒരു കുടുംബത്തിൻ്റെ അപമാനത്തിൽ പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ ചുറ്റുമുള്ള കുടുംബങ്ങളുടെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അവർക്ക് സഹായമായിട്ട് അനുകമ്പയോടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ, അവരെ സഹായിക്കാൻ കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൽ നിറയാത്ത വ്യക്തിയാണെങ്കിൽ അടുത്ത വീട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിലെ പരാജയത്തെ നോക്കി നമ്മൾ കൈകൾ കൊട്ടി പൊട്ടിച്ചിരിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ കരിസ്മാറ്റിക്. പരിശുദ്ധാത്മാവിൻ്റെ നിറവനുഭവിച്ച വ്യക്തി പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ, കത്തോലിക്ക സഭയും അമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. നമുക്കറിയാം, അമ്മയില്ലാത്ത മക്കൾ അനാഥരാണ്. അമ്മയില്ലാത്ത മക്കൾ അനാഥരാണ്. ഈശോ ജനിച്ച സമയത്ത് മംഗളവാർത്ത അറിയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അവിടെയുണ്ട്. നീ പരിശുദ്ധാത്മാവിൽ ഗർഭവതിയാകും, ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് മാലാഖ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കും. അത് ഏറ്റുവാങ്ങുന്ന പരിശുദ്ധ അമ്മ ഈശോ ജനിക്കുമ്പം പുൽക്കൂട്ടിൽ ഈശോയ്ക്ക് അരികിലിരിക്കുന്ന പരിശുദ്ധ അമ്മ, ഈശോ മരിക്കുമ്പോൾ
കാൽവരി കുന്നിൻ്റെ മുകളിൽ ഈശോയ്ക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന അമ്മ, അതായത് ഈശോ ജനിച്ചപ്പോഴും ഈശോ മരിച്ചപ്പോഴും ഈശോയുടെ കൂടെയുള്ള പരിശുദ്ധ അമ്മ, കത്തോലിക്ക സഭയുടെ ജനനത്തിൽ കൂടെയുള്ള പരിശുദ്ധ അമ്മയാണ്. പന്തക്കുസ്തായിൽ സഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ട് എന്ന് വചനം സാക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോയുടെ മാറു പിളർന്ന് ജലവും രക്തവും ഒഴുക്കുന്ന ആ കാൽവരിയുടെ നെറുകയിൽ ഈശോയുടെ മാറിടം പിളർന്ന് സഭ ജനിക്കുമ്പോൾ ഈശോ ഈ സഭയെ നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്കാണ്. സഭ ജനിക്കുമ്പോൾ, സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക സഭ, ശ്ലൈഹിക സഭ, അപ്പസ്തോലിക സഭ എന്ന് വരെ ഈ ലോകത്തിൻ്റെ അവസാന നിമിഷം വരെയും ഉണ്ടാകുമോ അന്നുവരെയും ഈ സഭയോടൊപ്പം പരിശുദ്ധ അമ്മയുണ്ടാകും. അതല്ലെങ്കിൽ മറിച്ചു പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുള്ള സഭയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശ്ലൈഹിക സഭ, ക്രിസ്തു സ്ഥാപിച്ച സഭ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈശോയെ പ്രിയമുള്ളവരെ, മറ്റു പലപ്പോഴും ചില വ്യക്തികൾ പറയാറുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കന്യകാമറിയത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല, അവരെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഒരു മറിയ എന്നതിനപ്പുറത്തേക്ക് അവരെ പേര് ചൊല്ലി വിളിക്കാൻ, എൻ്റെ അമ്മയെ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടു കാൽവരിയുടെ നെറുകയിൽ ഈശോ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നതിനും നിമിഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മയെ കൈപിടിച്ചേൽപ്പിക്കുന്നത് താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന യോഹന്നാൻ ശ്ലീഹായുടെ കൈകളിലേക്കാണ്. അതായത് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോ തനിക്ക് ഏറ്റവും സ്നേഹമുള്ളവർക്ക് മാത്രമേ പരിശുദ്ധ അമ്മയെ നൽകുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നവരല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ കടന്നു പോകും. നമുക്കറിയാം, നമ്മൾ പല രീതിയിലും തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നടത്തി കടന്നു പോകാറുണ്ട്. നമ്മൾ പറയാറുണ്ട് കത്തോലിക്കർ കന്യകാമറിയത്തെ ആരാധിക്കുന്നവരാണ് എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആരാധനയിൽ പരിശുദ്ധ കന്യകാമറിയം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരിക്കലും ഒരു മാർപ്പാപ്പമാരോ ഒരു വൈദികരോ മെത്രാന്മാരോ സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ സഭയുടെ ഏതെങ്കിലും ഒരു പ്രബോധനങ്ങളോ പരിശുദ്ധ കന്യകാമറിയത്തെ ആരാധിക്കണമെന്ന് ഇന്നുവരെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അതിനടുത്ത് മറ്റൊരു സത്യമുണ്ട്. നമ്മുടെ ആരാധനയിൽ നമ്മോടൊത്ത് പരിശുദ്ധ അമ്മയുണ്ട്. ഈശോയുടെ ജനന സമയത്ത് നമുക്കറിയാം, രാജാക്കന്മാരും ഇടയന്മാരുമൊക്കെ ഈശോയെ പുൽക്കൂട്ടിൽ വന്ന് ആരാധിച്ച സമയത്ത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട്, അവർ മറിയത്തോടൊപ്പം ശിശുവിനെ കുമ്പിട്ടാരാധിച്ചു. അവർ മറിയത്തോടൊപ്പമാണ് ശിശുവിരിക്കുന്നത്. ജനിച്ച സമയമാണ്. അമ്മയുടെ കൈകളിലായിരിക്കാം, അമ്മയുടെ മടിയിലായിരിക്കാം, അല്ലെങ്കിൽ പുൽത്തൊട്ടിലിൽ കിടത്തി തൊട്ട് ചേർന്ന് ചൂട് നൽകിക്കൊണ്ടിരിക്കുന്ന അമ്മയായിരിക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് ഭാവനയിൽ കാണാം. വചനം പറയുന്നത് മറിയത്തോടൊപ്പമാണ് അവർ ശിശുവിനെ, ഈശോയെ ആരാധിച്ചത്. പലപ്പോഴും നമ്മുടെ ആരാധനയിൽ പരിശുദ്ധ അമ്മ ശിശുവിൻ്റെ അടുത്തുണ്ട്, പരിശുദ്ധ അമ്മ ഈശോയുടെ അരികിലുണ്ട്. പരിശുദ്ധ അമ്മയോട് നമുക്ക് മാറി നിൽക്ക്, എനിക്ക് ഈശോയെ ആരാധിക്കണമെന്ന് പറയാൻ പറ്റില്ല. പുൽക്കൂട്ടിൽ ഉണ്ണീശോ ജനിച്ച സമയത്ത് ഈശോയ്ക്ക് ചൂട് പകർന്നുകൊണ്ട് ചേർന്നിരുന്ന മറിയത്തോട്, അമ്മയോട് നിങ്ങൾ മാറി നിൽക്ക്, ഞങ്ങൾക്ക് ശിശുവിനെ കുമ്പിട്ട് ആരാധിക്കണം എന്ന് ഇടയന്മാരോ രാജാക്കന്മാരോ പറഞ്ഞതായിട്ട് ബൈബിളിലില്ല. അവർ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ തൊട്ട് മുൻപിൽ ശിശുവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇതൊരു ആരോപണം മാത്രമായിട്ട് കരുതുക. നമ്മൾ ആരും പരിശുദ്ധ അമ്മയെ ആരാധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ആരാധനയിൽ നമ്മോടൊപ്പം ഈശോയോടൊപ്പം പരിശുദ്ധ കന്യകാമറിയം ഉണ്ട് എന്നുള്ളൊരു വലിയൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ, നമ്മുടെ സമൂഹ ജീവിതത്തിൻ്റെ, സഭാജീവിതത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ തന്നെ അനിവാര്യമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇന്ന് കാലം അംഗീകരിച്ചിട്ടുണ്ട്.
ലോകത്തെ ഏറ്റവും ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നുണ്ട്. സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾ പലരും അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടി, ചിലരൊക്കെ അതിനോട് വിസമ്മതം അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടി, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച്, അമ്മയുടെ നന്മയെക്കുറിച്ച്, അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച്, അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഒക്കെ പലരും അംഗീകരിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും, നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ഉഴലുമ്പോൾ, നമ്മുടെ അസ്വസ്ഥതകളിൽ, കണ്ണീരിൽ, വേദനയിൽ, ദുഃഖങ്ങളിലൊക്കെയും പരിശുദ്ധ അമ്മയുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മെ ശക്തിപ്പെടുത്തും. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്ക് ശക്തിയാണ്. പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഒരിക്കലും കത്തോലിക്ക സഭ തകർന്നു പോകാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലിക സഭകൾ തകർന്നു പോകാൻ പരിശുദ്ധ അമ്മ ഒരിക്കലും അനുവദിക്കില്ല എന്നൊരു ബോധ്യം ഇന്ന് സമൂഹത്തിൻ്റെ മുൻപിൽ അവമതിക്കപ്പെടുന്ന, അല്ലെങ്കിൽ കുറ്റമാരോപിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന സഭയുടെ ആ പ്രശ്നങ്ങളിലേക്ക് നോക്കി അസ്വസ്ഥതപ്പെടുന്ന നമ്മളോട് പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇല്ല മക്കളെ, സഭയുടെ ജനന സമയത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസാന നിമിഷം വരെയും സഭയോടൊത്ത് ഞാനുണ്ട്. ഈശോ ജനിക്കുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്ന അമ്മ മരണം വരെയും യാത്ര ചെയ്തതുപോലെ സഭയോടൊത്ത് സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയെയാണ് നമുക്ക് കാണാൻ സാധിക്കുക പ്രിയമുള്ളവരെ. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, സഭയുടെ അമ്മ പരിശുദ്ധ കന്യകാമറിയമാണ്. നമ്മൾ അമ്മയില്ലാത്ത അനാഥരായിട്ടുള്ള മക്കളല്ല. കാരണം സഭ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ അമ്മ സഭയുടെ അമ്മയാണ്. സാവൂൾ എന്ന് പറയുന്ന യഹൂദ സമൂഹത്തിനു വേണ്ടി ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിച്ചിരുന്ന സാവൂളിനെ കുതിരപ്പുറത്ത് നിന്ന് തട്ടിയിട്ടപ്പോൾ സാവൂൾ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? അപ്പോൾ ഈശോ പറയുന്ന മറുപടി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. യേശുവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും പീഡിപ്പിച്ചിട്ടില്ലാത്ത സാവൂളിനോട് ഈശോ പറയുകയാണ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാനെന്ന് സാവൂളിനോട് ഈശോ പറഞ്ഞെങ്കിൽ, സഭ ഈശോ തന്നെയാണ്. ഈശോയുടെ അമ്മ സഭയുടെ അമ്മ തന്നെയാണ്. സഭയുടെ പീഡനങ്ങളിൽ, സഭയുടെ മക്കളുടെ പീഡനങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടും. കാരണം ഈശോ തന്നെയാണ് സഭ. ഈശോയുടെ അമ്മയാണ് സഭയുടെ അമ്മയും. പ്രിയമുള്ളവരെ, സഭയുടെ പ്രതിസന്ധികളിൽ ശക്തമായിട്ടുള്ള തൂണുകളായിട്ട് നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ മിഖായേലും തമ്മിൽ അവിഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമ്മുടെ വചനചിന്ത ഇന്നിവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതായത് 1884 ഒക്ടോബർ മാസം 13-ാം തീയതി ലിയോ 13-ാമൻ മാർപ്പാപ്പ തൻ്റെ ചാപ്പലിൽ വിശുദ്ധ കുർബാന, പ്രൈവറ്റ് ചാപ്പലിൽ കുർബാന ചൊല്ലിയതിനു ശേഷം 1-2 സഹായികളൊക്കെ മാത്രമേ കൂടെയുള്ളൂ. അദ്ദേഹം ഈ കുപ്പായം ഒക്കെ ഊരുന്ന സമയത്ത് അദ്ദേഹം വെട്ടി വിയർക്കാൻ തുടങ്ങുകയാണ്. വളരെ ശക്തമായിട്ട് അദ്ദേഹം വിയർക്കുകയാണ്. ഭയങ്കര അസ്വസ്ഥതയായി ഒരു സ്റ്റാച്യു ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള അച്ഛന്മാരും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളൊരു ബിഷപ്പും ഒക്കെ ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം? അദ്ദേഹം ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ വിയർത്ത് വിഷമിച്ച് അദ്ദേഹം പെട്ടെന്ന് റൂമിലേക്ക് കടന്നുപോയി. റൂമിൽ ചെന്നതിന് ശേഷം അദ്ദേഹം കതകടച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം കതക് തുറന്ന് ശാന്തനായി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അതാണ് വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ എന്ന് പറയുന്ന പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന അദ്ദേഹം എഴുതിയതിൻ്റെ ഒരു കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ആ ദിവ്യബലി സമാപിച്ച് അദ്ദേഹം തൻ്റെ കുപ്പായം ഊരുന്ന, തിരുവസ്ത്രങ്ങൾ അഴിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സംഭാഷണം കേൾക്കുകയാണ്. ഈശോയും സാത്താനും തമ്മിലുള്ള ഒരു സംഭാഷണം. ഇത് 1884 ഓർക്കണം. അപ്പോൾ സാത്താൻ ഈശോയെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ അവസാനം അദ്ദേഹം കേട്ടത് ഇങ്ങനെയാണ്, നീ ഒരു 100 വർഷത്തേക്ക് നിന്റെ സഭയെ എനിക്ക് തരിക. നിന്റെ സഭയെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് നീ വീമ്പിളക്കുന്നുണ്ടല്ലോ. നിന്റെ സഭയുടെ നിയന്ത്രണം ഒരു 100 വർഷം എൻ്റെ കയ്യിൽ തരികയാണെങ്കിൽ ഈ സഭയെ ഈ ഭൂമുഖത്ത് നിന്ന് ഞാൻ ഇല്ലാതാക്കും. ഈശോ ഒന്നും ആലോചിക്കാതെ സാത്താനോട് പറയുകയാണ്, നിനക്ക് ഞാൻ തന്നിരിക്കുന്നു, ഇന്നു മുതൽ 100 വർഷം നീ സഭയുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊള്ളുക. പ്രിയമുള്ളവരെ, ഇത് കേട്ട് അന്ന് സഭയെ നയിച്ചിരുന്ന മാർപ്പാപ്പ വെട്ടി വിയർക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് മുൻപിൽ സഭയുടെ സംരക്ഷണത്തിനായിട്ട് കടന്നു വന്നത് മിഖായേൽ മാലാഖയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് സ്വയം പ്രേരിതമായി എഴുതിയ പ്രാർത്ഥനയാണ് മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന. ഈ സംഭവം ഉണ്ടായി.
എല്ലാവരും അത് മറന്നു. അതിനുശേഷം 33 വർഷങ്ങൾക്ക് ശേഷം 1917 മെയ് മാസം 13-ാം തീയതിയാണ് ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. വലിയ അപകടത്തിൻ്റെ ഒരു രഹസ്യങ്ങൾ പരിശുദ്ധ അമ്മ അവിടെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ 1917 ദർശനമുണ്ടായി. അല്ലെങ്കിൽ മാതാവ് 3 ദർശനങ്ങളൊക്കെ നൽകി. ഇത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ കടന്നുപോയി 1981 നമുക്കറിയാം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റു, ആക്സിഡൻ്റ് ഉണ്ടായി. 1984 100 വർഷം തികയുന്ന ആ ദിവസം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സോവിയറ്റ് യൂണിയനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. 85 മൈക്കിൾ എന്നു പേര് തന്നെയുള്ള മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് ആകുന്നു. 89 അദ്ദേഹം സോവിയറ്റ് യൂണിയന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. 91 ചെങ്കൊടി താഴ്ത്തി വിശ്വാസത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞത് സഭയുടെ സംരക്ഷണത്തിന് പരിശുദ്ധ അമ്മയോടൊപ്പം വിശുദ്ധ മിഖായേൽ മാലാഖയും നമ്മോടൊപ്പമുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. സഭയുടെ സംരക്ഷകരായി, ക്രിസ്തു വിശ്വാസികളുടെ സംരക്ഷകരായി, ക്രൈസ്തവ കുടുംബങ്ങളുടെ സംരക്ഷകരായി വിശുദ്ധ മിഖായേൽ മാലാഖയോടൊപ്പം പരിശുദ്ധ അമ്മയുമുണ്ട്. ഈശോയുടെ അമ്മ സഭയുടെ അമ്മയാണ്. ഈശോയുടെ അമ്മ എൻ്റെയും അമ്മയാണ്. ആ അമ്മയുടെ പ്രാർത്ഥന നമ്മെ സ്ഥൈര്യപ്പെടുത്തട്ടെ, നമ്മെ ശക്തിപ്പെടുത്തട്ടെ, നമുക്ക് കൂടുതൽ കരുത്ത് നൽകട്ടെ. ആമേൻ. പർവ്വതങ്ങളിലേക്കു കണ്ണുകളുയർത്തി എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരും. പർവ്വതങ്ങളിലേക്കു കണ്ണുകളുയർത്തി എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരും. എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകില്ല. എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. പരിപാലകൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. യഹോവയാണെൻ കാവൽക്കാരൻ. പർവ്വതങ്ങളിലേക്കു കണ്ണുകളുയർത്തി എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരും.
ചന്ദ്രനോ ഉപദ്രവിക്കില്ല. തിന്മയിൽ നിന്നും കാത്തിടും നാഥൻ ജീവനെ അനുദിനം സംരക്ഷിക്കും. എൻ വ്യാപാരങ്ങൾ കാത്തുകൊള്ളും. തിന്മയിൽ നിന്നും കാത്തിടും നാഥൻ ജീവനെ അനുദിനം സംരക്ഷിക്കും. എൻ വ്യാപാരങ്ങൾ കാത്തുകൊള്ളും. പർവ്വതങ്ങളിലേക്കു കണ്ണുകൾ ഉയർത്തി എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരും. പർവ്വതങ്ങളിലേക്കു കണ്ണുകൾ ഉയർത്തി എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരും. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.